അരീക്കോട് തേട്ടമെന്ന് നിന്ന് കത്തും, കത്തിയില്ലെങ്കിൽ കത്തിച്ചും. അതിനൊരു ബരവാണ്ട് വരുന്നുണ്ട് ഗ്യാസ്ക്ക് അങ്ങോട്ട്. എല്ലാരും ദമ്മ് നിന്നോളി. എന്തൊക്കെയൊന്ന് കാണാൻ പോണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇന്ന് വരെ ടീമിന്റെ കളിയായതുകൊണ്ട് ഗാലറി ആകെ ഇളക്കി മറിക്കും, ഭയങ്കര സെറ്റപ്പാണ് എന്നാണ് ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഗാലറി ഇവൻ തീയിടുന്നല്ല. പക്ഷെ അവിടെ നടന്നത് വേറെ സംഭവമായി. കമ്മിറ്റിക്കാരവിടെ വെടിക്കെട്ട് വെച്ചത് ആകെ കിളി പാറി. മൊത്തത്തില് അവിടെ പ്രശ്നമായി. കുറെ ആൾക്കാർക്ക് അപകടം പറ്റി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതുമായി ഭയങ്കര തർക്കങ്ങൾ നടന്നവിടെ. കമ്മിറ്റിക്കാരുമായിട്ട് അവിടുത്തെ നാട്ടുകാരും തമ്മിൽ അങ്ങോട്ടും കൂടെ ആകെ പ്രശ്നങ്ങൾ, പോലീസോട് ഒട്ടു. കളിയൊക്കെ തടസ്സപ്പെട്ട് ആകെ വിഷയങ്ങളായി. പക്ഷെ അവിടെ ഒരാള് ചെറുത്തു നിന്നു, ഇതിനെ ചോദ്യം ചെയ്തു. ഗാലറിയിൽ നിന്ന് കളി കാണാൻ എല്ലാവർക്കും പറ്റൂട്ടോ, പക്ഷെ ഇതേപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി ആണുങ്ങളെ പോലെ നേരിടാൻ ആർക്കും പറ്റിക്കോണമെന്നില്ല. പന്ത് കളിക്കാൻ പറ്റും, പക്ഷെ ഇവൻ കാണിക്കുന്നുണ്ടോ, ഇതാണ് ചങ്കൂറ്റം. ഒന്നും പറയാനില്ല. ഒരു ദിവസം കൊണ്ട് നമ്മളുടെ ലോകമെമ്പാടും പറഞ്ഞ ഇവന്റെ ഈ ചങ്കൂറ്റം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പിടുത്തം തന്നെയായിരുന്നു കേട്ടോ. അരീക്കോടിലെ ഫിറോസ് നമുക്ക് നേരിട്ട് വരെയൊന്നും അറിയില്ല, പക്ഷെ സോഷ്യൽ മീഡിയ മൊത്തം ഇളക്കി മറിച്ച് കളഞ്ഞവൻ. പോലെ നിന്റെ കൈകൾ പാടട്ടെ.